ഹേയ് അലമ്പുണ്ടാക്കിട്ട് നമ്മള് പഴയ പോണേ മുക്കം ബസ്റ്റിന് ഇതാ രണ്ടാളും കൂടി കിടന്ന അലമ്പി. എന്തായാലും വേണ്ടില്ല, മുക്കം ബസ്റ്റിനൊന്ന് പോയി നോക്കാ വിചാരിക്ക. ഇതാ അമ്മ ഒരുങ്ങി നിക്കണ്ട്. ബൈക്കാണ്ടേ, എന്നാ ബൈക്ക് എടുക്കാം. അങ്ങനെ ഞങ്ങള് ബൈക്കിൽ തന്നെ തുടങ്ങി. ഇതാ മുക്കത്ത് ഇവിടെ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ പാലത്തിൻ്റെ ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും കൈവരികളിലായിട്ട് ലൈറ്റ് ഉണ്ട്. ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ ഞങ്ങളിവിടെ ഇറങ്ങി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങും. നമ്മളെ ടീംസിനൊക്കെ ആയിട്ട് ഇതാ മുക്കം ബസ്സിന് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടതാ മുന്നിൽ ഓടിപ്പോകുന്ന വലിയ തിരക്കൊന്നുമില്ല. ടിക്കറ്റ് കൗണ്ടർ വലിയവർക്ക് 100 രൂപയും 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് 80 രൂപയും. അപ്പോൾ ടിക്കറ്റ് എടുത്തു. എൻട്രിയിലേക്ക് ഈലുകൾ. ഈല് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വലിപ്പമുള്ളൂ, ഒരുപാട് വലിപ്പമൊന്നുമില്ല. ഫിഷ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇതിനെ നല്ലൊരു ഗോഡസ് ആയിട്ടൊക്കെ കാണുന്ന ഒരു തരം ഫിഷാണ്. സീബ്ര എന്നാ പറയുന്നത്. എന്താ സീബ്രയായിട്ട് എന്താ ബന്ധമൊന്നും അറിയില്ല. തേവാരം അങ്ങനെയാണ് ഇതിന്റെ പേര് കാണിച്ചിരിക്കുന്നത്. ന്യൂട്ടന്റെ വിരല് കടിക്കണ്ട. പിരാനയാണ്, പിരാന. ഇത് വൈറ്റ് പിരാന. ഇതിൽ തന്നെ അങ്ങനത്തെ കുറെ അക്വേറിയം ഫിഷുകളാണുള്ളത്. ഇത് ഒരു ക്രോക്കഡൈലൊക്കെ പോലെ ഉണ്ട്. എന്താ അതിന്റെ പേരൊന്നും അറിയില്ല. ഒരുപാട് ഫിഷുകൾ. ഷോർട്ട് ബോഡി എന്നൊക്കെ പറയുന്നത് നമ്മളെ മുഴുവനും പോലെ ഉണ്ട്. ആഫ്രിക്കൻ മുഷിയ. ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഫിഷ് ആരാപ്പയ്മ അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ആരാപ്പയ്മ മാത്രമല്ല കേട്ടോ, അതാ ഇയാളും ഉണ്ട്. ഇതാ അവിടെ അലിഗേറ്റർ പൊങ്ങി വന്നിട്ടുണ്ട്. അലിഗേറ്റർ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. പക്ഷെ ഓവർ വലിപ്പമൊന്നുമില്ല. അത്യാവശ്യം പൈമകൾ കുറെ ഉണ്ട്. അരാപ്പയ്മയും അലിഗേറ്ററും. അത് കുറച്ച് വലിപ്പമുള്ള അലിഗേറ്ററാ അല്ലേ? അരാപ്പയ്മന്റെ തന്നെ വലിപ്പമുള്ള അലിഗേറ്ററും ഉണ്ട്. ഇതാ ഒരാൾ കരക്കി കയറി കിടക്കുന്നു. അതാ കാല അതിൻ്റെ ഉള്ളിൽ. പേരെന്താ ചോദിച്ചു നോക്കി? എനിക്കും അറിയില്ല പേര്. വാള എന്നറിയപ്പെടുന്ന ഷാർക്ക്. ആരാ? ഇയാളൊന്നും പേരറിയില്ല. ഈ കാർപ്പുകളൊക്കെ ഉണ്ട്. കോഴിക്കാർപ്പ് ഒരുപാട്. പേരൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇതും എനിക്ക് പിരാനയാണെന്നാ തോന്നുന്നത്. ഗ്ലാസ് ഒന്ന് കറക്റ്റ് ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. പ്ലാസ്റ്റിക് എങ്ങാണ്ട് എടുത്തിട്ട പോലെ ഉണ്ട്. അക്വേറിയം നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. ഇവര് നിറഞ്ഞിരിക്കുക ഇതിലെ എൻട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ. മേലെ മുഴുവനും മീനുകളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാനുള്ളൊരു വഴിയാണ്. ഈ ഫിഷൊക്കെ ഫ്ലൂറസന്റ് ഫിഷുകളാണെന്ന് തോന്നുന്നു. ഇത് ലൈറ്റിൽ തിളങ്ങുന്ന മീനുകളാണ്. പെറ്റ്സിന്റെ സെക്ഷനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സ്മെല്ലുണ്ട്. ഇവരൊക്കെ ഭയങ്കര ബഹളാണ് ഇവിടെ കിടന്നിട്ട്. കൂട്ടിനകത്തൊരു കുഞ്ഞിക്കോഴിയുണ്ട്.
പ്രാവുകളുണ്ട്. കിടന്നുറങ്ങാൻ തോന്നണം. ഇവരൊക്കെ നല്ല പുട്ടിങ്ങരൊക്കെ. ഈ കൂട്ടിലൊരു കിളി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന് പേടിയൊന്നുമില്ല. അടയിരിക്കുകയാണോ സംശയമുണ്ട്. ഇവൻ കാളൊരു കുഞ്ഞനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഐറ്റംസ് കോഴികളാണ്. ഇവരൊക്കെ ഭീകരന്മാരാണ് എന്തൊക്കെയായാലും. പവർഫുൾ ആയിട്ടുള്ള ഒരു തത്ത. എന്തൊക്കെയോ വർത്തമാനം പറയും കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൈ പിടിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 50 രൂപ. മെക്ലാറിനാണെങ്കിൽ 100 രൂപ. കാണേണ്ടവരൊക്കെ ചെറിയവരാണെങ്കിൽ ഇയാൾ വലിയ ആളാട്ടോ. സാധാരണ ഒരു കോഴി, സാധാരണ കോഴിയല്ല, അത് കുറച്ച് ചെറിയ കോഴിയാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മറ്റേ കോഴി ഇയാൾ പറന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് വിട്ട് പോകുന്നില്ല കേട്ടോ. അവർക്ക് ഒരു നാച്ചുറൽ ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും കൂട്ടിലൊന്നുമല്ല, പുറത്തിങ്ങനെ സൂര്യവിഹാരം നടത്തുകയാണ്. സ്റ്റീൽ ഡോർ, ഇതൊക്കെ സ്റ്റീൽ ഡോസ് ആണ് കേട്ടോ. ബുക്ക് സ്റ്റാള് ഈ വാങ്ങൂലേ? ന്യൂട്ടന്റെ സെക്ഷൻ എത്തിയിട്ട് ന്യൂട്ടന്റെ സെക്ഷനിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്. ഒരു സെക്ഷനാണ് സ്ത്രീകളുടെ കമ്മൽ കമ്മൽ, മാല, വള, പൊട്ടൊക്കെ. അതിൻ്റെ ഉള്ളിൽ കയറി വന്നപ്പോഴേക്ക് എൻ്റെ സ്റ്റിക്കറൊക്കെ മതി. ചെറിയത് അല്ലേ? ജോഗര മുട്ടായി, പിന്നെന്താണ് തമ്പര മുട്ടായി, ഇതാണ് പനക്കരിപ്പെട്ടി. മൊത്തം ബസ്സിന് ഇവരെ പരിപാടിയാണ് കേട്ടോ. ശാന്തിപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നദിയാണെങ്കിൽ ഒത്തിരി ആഴമുള്ളതാണ്. ഈ തോണിയാണെങ്കിൽ ഒത്തിരി പഴയതുമാണ്. അപ്പം ധ്യാനത്തിന്റെയും ജ്ഞാനത്തിന്റെ ഒക്കെ കെട്ടുറപ്പ് തന്ന് ഈ തോണിയെ നീ അക്കരയ്ക്ക് എത്തിക്കണം. ഈ സ്നേഹമുള്ള നല്ല സദസ്സിന് ഇനിയും എന്റെ നിറഞ്ഞ നമസ്കാരം. नदिया गहरी नाव पुरानी नाव पुरानी तू बतलावे धराओ प्रभु जी तू बतलावे धराओ प्रभु जी किनारे लगा नाव किनारे लगाओ प्रभु जी
കേട്ടോ. മറ്റേ ആള് താപ്പ് ഒരു 30 ഉറുപ്പ്യക്ക് ഒരു കമ്മൽ ഒപ്പിച്ചു. നോക്കട്ടെ. ഒന്നല്ല, ഞാൻ നേരത്തെ ഇട്ട കമ്മലില്ലേ, അത് മുഖം ഫസ്റ്റ് വാങ്ങിയതായിരുന്നു കഴിഞ്ഞ വർഷം. എത്രത്തോളം തന്നിട്ട് ഇപ്പൊ ആർക്കും വേണ്ട തന്നെ ഏൽപ്പിച്ച്. അപ്പൊ ഞങ്ങൾ തിരിക്കുകയാണ്. സമയം 10:45. അപ്പോൾ ന്യൂട്ടനും കുഴങ്ങിയുണ്ട്, ഉറക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.